ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോകാൻ ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ സിസ്റ്ററും വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പ്ലാൻ ആക്കിയതാണ് അവിടെ പോയിട്ട് വരുന്നത്. കുറേ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ അനിയത്തിക്ക് പോയിട്ടുണ്ട്, അവർ ഫ്രണ്ട്സായിട്ട്. നമ്മൾ അവിടെ പോകാമെന്ന് പ്ലാൻ ആക്കിയിട്ട് പോയതാണ്. സംഭവം നല്ല സെറ്റ് പ്ലേസാണ് കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് അറിയായിരിക്കും. ഇത് ദേർലക്കെട്ട് അങ്ങോട്ട് മുടിപ്പു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ടെമ്പിളല്ല, ഒരു കൃഷ്ണ മന്ദിരം അങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ട്. എന്താ പറയുക, മുമ്പത്തെ ആൾക്കാരുണ്ടാക്കിയ ഒരു ഇതുപോലത്തെ ഒരു സംഭവം അവിടെ ഒന്നും ഇല്ല. പക്ഷെ ഇത് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് ഫോട്ടോഷൂട്ടിന് തന്നെയാണ്. കാരണം നല്ല പ്ലേസ്, നല്ല രസമുണ്ട്. നമുക്ക് ഫോട്ടോസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞങ്ങൾ പെരുന്നാളിൻ്റെ കോസ്റ്റ്യൂമിൽ അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല പെരുന്നാളിൻ്റെ ദിവസം. അങ്ങനെ അതിനായിട്ടാണ് മെയിൻ വന്നത്. ഇതെന്തോ ഈ വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നെസ്സിന് എന്തോ കുഴപ്പമില്ല, ഞാൻ പിന്നെ വെറുതെ ഇട്ടെന്നുള്ളൂ. അങ്ങനെ നമ്മൾ മെയിനായിട്ട് വന്നത് ഫോട്ടോ എടുക്കാനാണ്. പിന്നെ പെരുന്നാളിന് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നില്ല, അവളുടെ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു, മലപ്പുറത്തായിരുന്നു. അപ്പോൾ ഓരും കൂടി വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇത് തന്നെ ബേബി ആളെന്തോ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടിരിക്കുക. അത് പിന്നെ അറിയാമല്ലോ കുട്ടികളുടെ സ്വഭാവം. അങ്ങനെ അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പിക്കും വീഡിയോസൊക്കെ. പിന്നെ ഇതിൻ്റെ ചെറിയ അനിയത്തി കേട്ടോ, ലാസ്റ്റ് വൺ. അങ്ങനെ നമ്മൾ അവിടെ വെച്ചാൽ നല്ല കുറേ ഒരു ഫോട്ടോസിന് പറ്റിയ പ്ലേസ് ഉണ്ട്. നല്ല സീനറിയാണ്. ആ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഈ സംഭവമില്ലേ, ഈ സൈഡ് നമുക്കൊരു എന്താ പറയുക, ഒരു ഊട്ടി മടിക്കേരി പോയ ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടാന്ന് തോന്നില്ല, ഹിൽ ടോപ്പ് ആയതുകൊണ്ട്. പിന്നെ അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ വാഷ്റൂമിൻ്റെ മിറർ കണ്ടാൽ നമുക്ക് ഭ്രാന്തല്ലേ, അപ്പോൾ മിറർ കൊണ്ടെടുത്തതാണ്. അങ്ങനെ അത് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. വാഷ്റൂം എങ്ങനെയാണെന്നൊക്കെ നീറ്റായിരിക്കും, പക്ഷെ നല്ല ക്ലീനാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ വെറുതെ പോയി നോക്കിയതാണ്. പക്ഷെ അടിപൊളിയാണ്, നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതിനകത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അങ്ങനെ അകത്തൊക്കെ ആരും പോകണില്ല. അവിടെ ഉള്ളത് മൊത്തം ഇങ്ങനെ ഫോട്ടോസും മറ്റ് സേവ് ദ ഡേറ്റും എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസും അങ്ങനെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യില്ലേ, അവരൊക്കെയാണ് ഓൾമോസ്റ്റ് ഉള്ളത്. മെയിൻ തിങ് അവിടെ ഫോട്ടോസ് എടുക്കാൻ തന്നെയാണ് എല്ലാവരും വരുന്നത് തന്നെ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസും എല്ലാവരുടെയും ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളപ്പോഴാണ് നമുക്ക് ഫോട്ടോസൊക്കെ നല്ല ലുക്കിൽ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ വെയിലൊന്നും നോക്കിയില്ല, നമുക്ക് ഫോട്ടോസാണ് മുഖ്യം. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഓരോ സൈഡ് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അവിടെ ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡും മുക്കിലും മൂലയിലൊക്കെ പോയി. പിന്നെ അവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ ഉണ്ടായിരുന്നില്ല, ആക്ച്വലി മുമ്പ് ഫ്രീ ആയിരുന്നു എൻട്രി. പക്ഷെ ഇപ്പോൾ അവിടെ 30 റുപ്പീസാണ് എൻട്രി ഫീസ്. ഇതിപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഫുള്ള് വേർത്ത് കുളിച്ചിടാം, ഭയങ്കര ചൂടല്ലേ, എന്ത് ചൂടായിപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് ജസ്റ്റ് വാഷ്റൂം പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, ഇത് ഇവിടാന്ന് തോന്നില്ല. ഒരു മടിക്കേരിയിൽ ഇങ്ങനെ തന്നെ മടിക്കേരി രാജസീട്ട് അറിയാലോ, അവിടെ ഇങ്ങനെ തന്നെ ഒരു പ്ലേസ് ഉണ്ട്. ഇങ്ങനെ മുകളിൽ ഈ ഹിൽ ടോപ്പിൽ നിന്നാൽ ഇതേ വ്യൂ ആണ്. ഞാൻ ഫോട്ടോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയം എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു മടിക്കേരി പോയെന്ന്. സംഭവം മടിക്കേരി ഒന്നുമല്ല, ഇവിടെയാണ്. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. ഈ വീഡിയോയിൽ എൻ്റെ ഇൻഷാനെ കാണാൻ ചാൻസ് ഇല്ല, ആൾ വേറെ തന്നെ ലോകത്തായിരുന്നു. എൻ്റെ അനിയത്തിൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ ഓള് എന്നെ ഡിസ്റ്റർബാക്കാൻ വരേയില്ല. ഓളും മറ്റേ പെണ്ണും ഓര് രണ്ടാളുമായിട്ട് നല്ല കൂട്ടായിരിക്കും.
അങ്ങനെ നമ്മളവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഈ സൈഡിലേക്ക് ഓടുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ചാമ്പക്കാണ് കേട്ടോ. ഇത് ഞാനങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് പഴുത്തതൊക്കെ നല്ല മധുരം പുളിയൊക്കെ ആയിട്ട് നമ്മളിത് ആ 30 രൂപ മുതലാക്കിയെന്ന് പറയാം. അത്രയ്ക്കെടുത്ത് പോക്കറ്റിലും ബാഗിലും ഒക്കെ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉപ്പും മുളക് പൊടിയിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല രസമാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരെ കാണുന്നില്ല. എല്ലാം ഇതിനകത്തൊക്കെ പോയിട്ട് ഇതൊക്കെ പറിക്കണ ഇല്ല. അവിടെ പിന്നെ ആരും അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതെടുക്കാമെന്ന് ചമ്മലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഉണ്ട്. നമുക്കിപ്പോൾ ഇതെന്താണെന്നറിയില്ല കേട്ടോ. ഇതെന്ത് സംഭവം എനിക്കറിയില്ല. അപ്പുറത്ത് കാണുന്നത് നമ്മൾ ഇത് കുറേ പറിച്ചുകൊണ്ടുവന്നു. ഇത് കുറേ ഉണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അതൊക്കെ കുറേ എടുത്ത് നല്ല ടയേർഡായിട്ടോ, കാരണം നല്ല വെയിലായിരുന്നു. ഇപ്പം എന്ത് ചൂടാന്നല്ലേ, ഭയങ്കര ചൂടാണ്. പിന്നെ അവിടുത്തെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോട്ടലിൽ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എവിടെയും ലഞ്ചില്ല. ഓൾമോസ്റ്റ് ടൈം 4 മണിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഇപ്പുറം ഒരു ടൗണിൽ നിന്ന് നമുക്ക് ഒരു ഹോട്ടൽ ഓപ്പൺ, സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് എന്തോ ആ സൈഡിൽ അങ്ങനെ ഹോട്ടലൊന്നും ഓപ്പൺ ഇല്ലായിരുന്നു. പിന്നെ ഒന്ന് ഓപ്പൺ കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറി. ഇവർ നോർമൽ മീൽസ് അങ്ങനെ എടുത്തു, ഇവർ രണ്ടാളും. നമ്മൾ നൂഡിൽസും അങ്ങനത്തെ സംഭവങ്ങളെടുത്തു. ഈ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോറ് കഴിച്ചില്ലെങ്കിൽ ആ ഫിഷിന് കൈയിട്ട് വാരി, കാരണം അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് സ്നേഹപ്രകടനം ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ ചോറ് വേണ്ട പറഞ്ഞപ്പോൾ ആരെ തല കെട്ടി തന്നെ ഉമ്മച്ചിയ സുന്ദരിയാക്കിയതാരാ? ഉമ്മച്ചിയാ ഇത് ഓളമ്മച്ച് മുടി കെട്ടി കൊടുത്തന്നെ ഇങ്ങനെ പറയാം. ഇവള് 2 കുട്ടികളുടെ തലയിലും താജ്മഹൽ പണിതിട്ടുണ്ട്. ഇൻഷാൻ്റെ തലയിലും തന്നുവിൻ്റെ തലയിലും ഫുള്ള് ക്ലിപ്പും റബ്ബറും ഉള്ളതൊക്കെ കുത്തിക്കയറ്റിയിട്ട് സിസ്റ്റർക്ക് വീക്ക്നെസ്സാണ് മുടി കെട്ടി കൊടുക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഡാഷ്ബോർഡ് മൊത്തം അവിടെ നിന്ന് കട്ടുകൊണ്ടുവന്ന സാധനം. പേരും കള്ളലും ചില വീടെടുക്കുന്ന ബെല്ല് കള്ളത്തി 30 ലാഭമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ അളിയൻ കൊണ്ടിട്ട് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുതലാളിക്ക് അതൊന്ന് ഓടിച്ച് നോക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ അത് ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. കുറേ പിക്സും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് ആ സൺഡേ അങ്ങ് അടിപൊളിയായിട്ട് പോയി. പിന്നെ നമ്മൾ ഈവനിങ് ഞങ്ങളുടെ പെരുന്നാളിന് പോവാത്ത എൻ്റെ ഫാമിലിയുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ എവിടെ പോകാനൊന്നും പറ്റില്ല. അങ്ങനെ അതൊക്കെ ആയിട്ട് ഇതിപ്പോൾ എല്ലാം അയച്ചു വെക്കുന്ന പരിപാടിയാണ്. നല്ല ഹെവിയാണ് കേട്ടോ ഈ കമ്മൽ, പക്ഷെ നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ താജ്മഹലിൽ പണിത ഐറ്റംസൊക്കെ, തലയിലിടുന്ന സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് മക്കളൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. വേറെ വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.